സ്നേഹപുരം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരമേശ്വരൻ ദേവനാരായണൻ തിരുമേനിനെ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്ടോ. അതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടി തകർന്ന് നിൽക്കുവാണ് ദേവൻ. സാർ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അതേ തിരുമേനി, സത്യമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനം കണിമകൾ തുറപ്പിക്കാനായിട്ട് വരുണിൻ്റെ അധികനെയും ബലി കൊടുക്കേണ്ടി വന്നു. ഈ വയസ്സാങ്കാലത്ത് അമ്മയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ്. മാത്രമല്ല, വരുണിൻ്റെ അധികം ഞങ്ങൾ നല്ലപോലെ നിർബന്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോഴും ഇവിടെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ ഈ പരമേശ്വരൻ പൂർണ്ണമായിട്ടും തോറ്റ അവസ്ഥയിലാണ്. സ്വത്തും പണവും എല്ലാം കൈവിട്ടു പോയി. ഇപ്പോൾ ദാ എൻ്റെ മക്കളും കൂടി എൻ്റെ കൈവിട്ടു പോയിരിക്കുക. ഇതൊന്നും മറച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ. കുടുംബത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണ്ടേ? അത് കാരണം വിളിച്ചു പറഞ്ഞത്. കൂടുതൽ സംസാരിച്ചു നിന്നാൽ ചിലപ്പോൾ എൻ്റെ പിടി വിട്ടുപോകും. എന്നാൽ ഞാൻ വെക്കുവാ തിരുമേനി. അങ്ങനെ പറഞ്ഞ പരമേശ്വരൻ സങ്കടത്തോടെ തന്നെ കോള് കട്ട് ചെയ്യുവാണ്. അങ്ങനെ പരമേശ്വരൻ്റെ വാക്കുകളൊക്കെ കേട്ട് ദേവനാരായണനും ആകെ തകർന്നുകൊണ്ടിരിക്കുക. അന്നേരം യശോദ കാര്യം തിരക്കുക. എന്താ ദേവേട്ട, എന്താ അവർ പറഞ്ഞത്? അന്നേരം ദേവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. കണിമംഗലത്ത് ഇന്ന് ജപ്തി നടന്നു. അവരെല്ലാവരും അവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ തുടങ്ങുമായിരുന്നു. ആ സമയം ചന്ദ്രശേഖരൻ വന്നു ജപ്തി ഒഴിവാക്കി. പകരം ഒരു നിബന്ധന അവരുടെ മുമ്പിൽ വെച്ചു. എല്ലാവർക്കും കണിമംഗലത്തേക്ക് തിരിച്ചു കയറാം. എന്നാൽ വരുണിൻ്റെ രാജ്യത്തേക്കും കയറാൻ പാടില്ല. അവരെന്നേക്കുമായിട്ട് കണിമംഗലം വിട്ടു പോകണമെന്ന്. അയ്യോ, എന്നിട്ട് നമ്മുടെ മക്കൾ? അവരവിടെ നിന്ന് പടിയിറങ്ങി. ഈശ്വര, അവരെങ്ങോട്ടാണ് പോയത്? എന്നിട്ട് രാധികമോള് നമ്മളെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. അന്നേരം ദേവൻ പറഞ്ഞേ, അവൾ എങ്ങനെ വിളിച്ചു പറയും? അവൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കൂടുതൽ സങ്കടപ്പെടും, നമ്മളും കിടന്നുകാരെയും. അല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും യശോദേ? നമ്മുടെ മോള് ആ പ്രിയങ്കയായിട്ട് തുടങ്ങി വെച്ചതാ കാര്യങ്ങൾ. അതാ ചന്ദ്രശേഖരനും വന്ന് പൂർത്തിയാക്കി. ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പായില്ലേ, നമ്മുടെ മക്കൾക്ക് ഒരു കാലത്ത് സമാധാനത്തോടുള്ളൊരു ജീവിതം ദൈവങ്ങൾ വിധിച്ചിട്ടില്ല. കുറച്ച് നാൾ മുമ്പ് എൻ്റെ മോൾക്ക് അമ്മയെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് സന്തോഷം കൊടുത്തു. എന്നാൽ അത് ദൈവങ്ങൾ തന്നെ അവളുടെ അമ്മയെ അവളുടെ മുമ്പിൽ നിന്നും ഏതോ കാണാമറയത്തേക്ക് മറച്ചു. ഇപ്പതാ വീടും സ്വത്തുക്കളും ബന്ധുക്കാരെയും എല്ലാവരെയും നഷ്ടപ്പെട്ട് എൻ്റെ മോൾക്കും വരുണിനും പടിയിറങ്ങേണ്ടി വന്നില്ലേ? ദൈവങ്ങൾ നമ്മോട് എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടിയിരിക്കുവാണ്ടോ ദേവനാരായണനും യശോദയൊക്കെ. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും കൂടി സൂര്യയോടൊപ്പം ഒരു ജ്വല്ലറി ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തുവാണ്. അങ്ങനെ അവരെ കാറിൽ നിന്നും പുറത്തിറങ്ങുക. വരുണെ, രാധികയെ, നിങ്ങളെന്നാ അങ്ങോട്ട് ചെല്ല്, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വരുണും രാധികയും ഷോപ്പിൻ്റെ അകത്തേക്ക് കയറുക. ഈ സമയം അവിടുത്തെ ഓണറും ഉണ്ടാകും അവിടെ. എന്താ പറ്റി? അത് ഞങ്ങൾക്ക് ഒരു സ്വർണ്ണം പണയം വെക്കാനുണ്ടായിരുന്നു. എവിടെ കാണട്ടെ? അങ്ങനെ രാധിക തൻ്റെ കയ്യിലിടുന്ന ആ താലിയുടെ ചെയിനുണ്ടല്ലോ, അതെടുത്ത് ആ ജ്വല്ലറി ഓണറിനെ ഏൽപ്പിക്കുവാണ്. അയാളത് സൂക്ഷ്മമായിട്ട് നോക്കുവാണ്. അതുകൊണ്ട് രാധിക പറയണേ, അതെ, ഇതിങ്ങനെ സൂക്ഷിച്ച് നോക്കിയൊന്നും വേണ്ട, അത് ഒറിജിനൽ സ്വർണം തന്നെ. സോറി മാഡം, അതൊക്കെ ഞങ്ങൾക്കും അറിയാം, എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ ആ സ്വർണ്ണമൊക്കെ വരച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയണേ, ഇത് ഒറിജിനൽ സ്വർണം തന്നെയാ, അതിനിനി സംശയമൊന്നുമില്ല. ഇതിനു മുമ്പ് 3-4 തവണ എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഉറച്ചു നോക്കി വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഇപ്പോൾ കച്ചവടം നടത്താറുള്ളൂ. ഞങ്ങൾക്ക് ഈ സ്വർണം വിറ്റ് കുറച്ച് തുക അത്യാവശ്യമായിട്ട് ക്യാഷായിട്ട് തന്നെ വേണമായിരുന്നു. അതിനെന്താ, തരാലോ. ഇതെത്ര തൂക്കം ഉണ്ടോന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് അവിടെ തൂക്കം നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്താണ് ഒരു പോലീസ് ജീപ്പ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തുന്നത്. അങ്ങനെ ജീപ്പിൽ നിന്നും 2-3 പോലീസുകാരിറങ്ങി അകത്തേക്ക് കയറുക. അതെ, എന്താ ഇവിടെ? എന്താ കച്ചവടം? സാറേ, ജ്വല്ലറി ഷോപ്പാ. പിന്നെ സ്വർണ്ണമൊക്കെ പണയത്തിനെടുക്കുകയും വിൽക്കുകയും പൈസ കടവും കൊടുക്കുകയും അങ്ങനത്തെ രീതിയിലുള്ള ചെറിയ രീതിയിലുണ്ട്. അല്ല, ഇവരെന്തിനാ വന്നത്? ഇവരൊരു മാല പണയം വെക്കാൻ വന്നതാ ആണോ? എവിടെ ആ മാല ഒന്ന് കാണട്ടെ. അങ്ങനെ ആ ജ്വല്ലറി ഓണർ ആ മാല പോലീസുകാരെ ഏൽപ്പിക്കുവാണ്. അന്നേരം എസ് ഐ ആ മാല കുറേ നേരം സൂക്ഷ്മമായിട്ട് നോക്കുക. അന്നേരം കൂടെയുള്ള പോലീസുകാരനെ നോക്കാൻ കൊടുക്കുക. അതെ സാർ, ഇത് അത് തന്നെയാണ്. അന്നേരം സൂര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ സാർ, എന്താ പ്രശ്നം? അന്നേരം ആ പോലീസുകാരൻ പറയണേ, ഇവിടെ അടുത്തുള്ള ജംഗ്ഷനിൽ ഒരു മോഷണം നടന്നു. ഒരു സ്നാച്ചിങ് കേസ്. ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്നും അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല ഒരാൾ പൊട്ടിച്ചുകൊണ്ട് പോയി. ഡിസൈനും രൂപമൊക്കെ കണ്ടിട്ട് ഏകദേശം ഇതേപോലുള്ളൊരു മാലയാണ്. അത് കാരണം ഞങ്ങൾ തൽക്കാലം ഈ മാല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക. സാർ എന്തൊക്കെയാണ് പറയുന്നത്? ഇത് എൻ്റെ ഭാര്യ രാധികയുടെ കഴുത്തിൽ 10 മിനിറ്റ് മുമ്പുണ്ടായിരുന്ന മാലയാണ്. നിങ്ങൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടാണ് ഞങ്ങളിപ്പോൾ ഇയാളുടെ കഴുത്തിൽ കിടന്ന് ഈ മാല വിൽക്കാനായിട്ട് വന്നത്. സാർ വെറുതെ ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അന്നേരം CI പറയണേ, ഇത് കൊള്ളാലോ. ഈ മാല ഞങ്ങൾ മോഷണം പോയ മാലയുമായിട്ട് സാമ്യമുണ്ടെന്നല്ലേ പറഞ്ഞു. അല്ലാതെ നിങ്ങളാണ് ഈ മാല മോഷ്ടിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. തൽക്കാലം ഇത് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മണിയന്നൂർ സ്റ്റേഷനിലേക്ക് വരാം, അവിടെ വന്ന് ഈ മാല കളക്ട് ചെയ്തുകൊണ്ട് പോകാം. അന്നേരം സൂര്യൻ പറയണേ, സാർ ഇതെന്താണ്, വെള്ളരിക്കപ്പെടണോ? എവിടെയോ എന്തോ മോഷണം നടന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പേര് ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചു വെക്കുകയാണോ വേണ്ടത്? ഞങ്ങൾക്കാരുടെ മാല മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെ കണിമംഗലത്തെ പരമേശ്വരൻ്റെ മക്കളാ.
ആരുടെ മക്കളാണെങ്കിലും ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ പറ്റുള്ളൂ. ദേ, ജോലി തടസ്സപ്പെടുത്താൻ നിന്നാലുണ്ടല്ലോ ഈ മാല എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാനേ നീയൊക്കെ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. അന്നേരം വരൻ പറയണേ, സാറേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഈ മാല കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിന്നോടൊക്കെ പറഞ്ഞ് മനസ്സിലാവില്ലേടാ? ദേ, ഇപ്പം ഞാൻ മാല മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ഇനി നീ കൂടുതൽ വിളച്ചിലെടുത്താലുണ്ടല്ലോ നിന്റെ പേരിൽ സ്നാച്ചിങ് കേസ് എടുത്ത് നീയാണ് ആ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ഈ മാലക്കൊപ്പം നിന്നെ കൂടി പൊക്കിക്കൊണ്ടു പോകും. എന്താ അത് വേണോ? മാറി നിൽക്കടാ എന്നും പറഞ്ഞ് പോലീസുകാർ അപ്പം തന്നെ ജീപ്പിൽ കയറി ആ മാലയും കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടുവാണ്. ഈ സമയം വരുണിൻ്റെ അതിയൊക്കെ എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനിൽ നിൽക്കുക. അന്നേരം ആ ജ്വല്ലറി ഓണർ ചോദിക്കണേ, എന്താ ഇതൊക്കെ, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അന്നേരം വരുൺ പറയണേ, കണ്ടില്ലേ, പട്ടാപ്പകല് പിടിച്ചു പറയാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ പോലീസുകാർ പിടിച്ചു പറിച്ചുകൊണ്ട് പോയത് കണ്ടില്ലേ? എടാ വരണേ, നീ വേഗം വാ, നമുക്കിപ്പോൾ തന്നെ ജീപ്പിൻ്റെ പുറകെ വെച്ച് പിടിക്കാം, അല്ലെങ്കിൽ അവർ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിമറി കാണിക്കും. വേഗം വാ. അങ്ങനെ പറഞ്ഞ് അവർ 3 പേരും കൂടി കാറിൽ കയറി ആ ജീപ്പിൻ്റെ പുറകെ തന്നെ വെച്ച് പിടിക്കുവാണ് കേട്ടോ. കുറേ ദൂരം ജീപ്പിൻ്റെ പിന്നാലെ അവർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കൊരു സ്ഥലം വെച്ച് ആ ജീപ്പിനെ അവർക്ക് മിസ്സാകുവാണ്. അവരെങ്ങനെ വീണ്ടും കുറേ ദൂരം മുമ്പോട്ട് പോകുക. പക്ഷേ ആ ജീപ്പ് കാണുന്നില്ലല്ലോ അവിടെ വരണേ. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടല്ല അവർ പോയിക്കൊണ്ടിരുന്നത്. എന്നാലും എന്തൊരു കഷ്ടമായിട്ടാ, ഒരു കാരണവശാലും നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത രീതിയിലാണ് ഓരോ പ്രവൃത്തികൾ ചുറ്റും നടക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നേരെ ആ സ്റ്റേഷനിലൊന്ന് പോയി അന്വേഷിക്കാം. അങ്ങനെ പറഞ്ഞ് അവർ നേരെ ആ സ്റ്റേഷനിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം ആ പോലീസ് വേഷം കെട്ടിയവരെല്ലാം ചന്ദ്രശേഖരൻ്റെയും ഗൗതത്തിൻ്റെയും സാറുടെ അരികിലേക്കാണ് എത്തുന്നത്. അവരേർപ്പാടാക്കിയ ആളുകളാണ് കേട്ടോ പോലീസ് വേഷത്തിൽ വരുണിൻ്റെ രാധികയുടെയും അടുത്ത് ചെന്ന് ആ സ്വർണം കട്ടെടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ അവർ ആ സ്വർണം ചന്ദ്രശേഖരനെ ഏൽപ്പിക്കുക. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കുറേ കഷ്ടപ്പെടേണ്ടി വന്നു. അവർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ നല്ല സംശയം ഉണ്ടാകും തോന്നുന്നു. എന്താണെങ്കിലും മാല വാങ്ങാനായിട്ട് മണിയന്നൂർ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ നേരം ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങി വെട്ടിച്ചു പോന്നു. അവർ മിക്കവാറും ആ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാവും. അന്നേരം ചന്ദ്രശേഖരൻ തിരിച്ചുകൊണ്ട് പറയണേ, അവരിനി എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ, അവർക്കിനി ഈ മാല കിട്ടിയിട്ട് വേണ്ടേ? എന്നാൽ ശരി, നിങ്ങൾ വിട്ടോ, ഈ ഡ്രസ്സൊക്കെ മാറി എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കിക്കോ. തൽക്കാലം അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരവസരം പോലും കൊടുക്കാൻ പാടില്ല സാറാ. പിടിച്ചു നിൽക്കാനൊരു അവസരം കിട്ടിയാലേ പിന്നെ അവന്മാരങ്ങ് കയറും. അത് പാടില്ല. ഈ വീഴ്ചയിൽ തളർന്ന് തന്നെ അവർ കിടക്കണം. അത് കാണാനല്ലേ നമുക്കൊരു സുഖം. അന്നേരം സാറേ പറഞ്ഞേ, ശരിയാ. ഈ സമയം ഗൗതം പറയുന്നുണ്ട്, ആ ACPയെ അവരിപ്പോൾ തന്നെ ചിലപ്പോൾ കാര്യം അറിയിച്ചു കാണും. അവർക്കെല്ലാം കള്ളക്കളിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ സ്റ്റേഷനിൽ പോകുമ്പോഴേക്കും. ആ ACP അന്വേഷണം ഊർജിതമാക്കും. അത് ശരിയാ സാറാ. ആ ACP ഉണ്ടല്ലോ, ആ വരുണിൻ്റെ അടുത്ത സുഹൃത്താണ്. ആ ശ്യാമയുമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വരുണൊരു സുഹൃത്തിനെ പോലെ കാണുന്നത്. അയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ചന്ദ്രശേഖർ. അയാളെ കൊണ്ടൊരു ചുക്കും നടക്കാൻ പോകുന്നില്ല. അങ്ങനൊരു പോലീസുകാരുമില്ല. ഈ മാല നമ്മുടെ കൈ കിട്ടിയതിന് തെളിവുമില്ല. പിന്നെന്താ പ്രശ്നം? സാറാ നല്ല ത്രില്ലിലാണെന്ന് തോന്നുന്നു. പിന്നല്ലാതെ ഇന്ന് തന്നെ അവിടുന്ന് ഈ വരുണിൻ്റെ അധികം ഇറങ്ങിപ്പോയപ്പോൾ അവരുടെ അച്ഛനും അമ്മയും അനുഭവിച്ച സങ്കടവും കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള കരച്ചിലും അതൊക്കെ തന്നെ കാണുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമെന്നറിയോ? അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ത്രില്ല് തരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്താണെങ്കിലും ഗൗതത്തിന് ആ വരുണിൻ്റെ രാധികനെ ഫോളോ ചെയ്യാൻ തോന്നിയത് വളരെ നല്ല കാര്യമായി. അതുകൊണ്ടല്ലേ അവരുടെ ഈ പ്ലാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, സാറാ, എൻ്റെ മോൻ ഗൗതത്തിനുണ്ടല്ലോ, ആ കണിമംഗലം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന് പിന്നിൽ ഉള്ളത് ഇവർ രണ്ടുപേരുമാണ്. ഈ വരുണിൻ്റെ രാധികയും. എൻ്റെ മോൻ കുറേ നാൾ തെരുവിലൂടെ അലഞ്ഞതാ. ഇപ്പോൾ അവൻ്റെ സ്ഥാനത്ത് അവർ തെരുവിലൂടെ അലയുന്നു. ആ കാഴ്ച ശരിക്കും ഒന്ന് കാണണ്ടേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഭാഗ്യമൊക്കെ തന്നത് സാറയാണ്. സാറയുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അതിന് ഞങ്ങളെന്നും സാറോട് കടപ്പെട്ടിരിക്കും. എന്താണെങ്കിലും ഇനി ഞങ്ങളുടെ ശത്രുക്കളുടെ പതനം ഞങ്ങൾക്കൊന്ന് നേരിൽ ചെന്ന് കാണണം. അവർ രണ്ടുപേരും തെരുവിലൂടെ അലയുന്നത്, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, അതൊക്കെ കണ്ടുവേണം ഇനിയൊന്ന് സമാധാനത്തോടെ കണിമംഗലത്തെ സൗഭാഗ്യം ആസ്വദിക്കാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം സൂര്യയും കൂടി ആ ഒരു മണിയൊന്നു സ്റ്റേഷനിൽ അന്വേഷിക്കുകയാണ്. എന്നാൽ അവിടുത്തെ SIയോട് ചോദിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. അവിടുത്തെ ഒരു പോലീസുകാരും ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുവാണ്. അങ്ങനെ വരുണി വിവരങ്ങളൊക്കെ ACPനെ വിളിച്ചറിയിക്കുവാണ്. സ്റ്റേഷനിൽ പോയ കാര്യമൊക്കെ പറയുക. സാർ, ഇതിൻ്റെ പിന്നിൽ ഉറപ്പായും ആരോ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. വരുൺ, ധൈര്യമായിട്ടിരിക്കുക. നമുക്കിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. സാറിനിപ്പോൾ ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. കണിമംഗലവും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുക. ആ ഒരവസ്ഥയിലാണ് ആ മാലയും കൂടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. വരുൺ, നിങ്ങളുടെ അവസ്ഥയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട. ആ മാല ഞങ്ങൾ കണ്ടെത്തി തന്നിരിക്കും. ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ പോലീസുകാർ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം വരുൺ രാധികയോട് പറയുന്നുണ്ട്, രാധികെ, ഞാൻ തന്നോട് പറഞ്ഞില്ലേ നമ്മുടെ പിന്നാലെ ആരോ ഉണ്ടെന്ന്. നമ്മുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അവർ പിന്നാലെ തന്നെയുണ്ട്. അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട വരുൺ. ഇതിനെല്ലാത്തിനും കാരണം അയാളാ, നമ്മുടെ ചെറിയച്ചൻ എന്ന് പറയുന്ന ആൾ, ആ ചന്ദ്രശേഖരൻ.
അങ്ങനെ പറഞ്ഞ് അവർ നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ ചന്ദ്രശേഖരൻ അവരുടെ മുമ്പിലേക്ക് വരുന്നത്. അന്നേരം അയാളെ കാണുന്നതും 3 പേർക്കും ദേഷ്യം വരുവാണ്. സൂര്യ ചോദിക്കണേ, എന്തിനാ താൻ വന്നത്? ഈ കാഴ്ച കണ്ട് ആസ്വദിക്കാനാണോ? പിന്നല്ലാതെ, എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചയല്ലേ. തനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടും സമാധാനമായില്ലേടോ? ഇല്ല, നീയൊന്നും അങ്ങനെ ചുമ്മാ കയറി രക്ഷപ്പെടാനേ ഈ ചന്ദ്രശേഖരൻ അനുവദിക്കില്ലടാ. ഇതൊക്കെ കാണാനായിട്ടാ ചന്ദ്രശേഖരൻ ജയിലിൽ എണ്ണി കാത്തിരുന്നത്. ഡാ സൂര്യ, നീ കൂടുതലൊന്നും അങ്ങ് തിളക്കാൻ നിൽക്കല്ലേ. കൂടുതൽ നീ അങ്ങ് നിഗളിച്ചു കഴിഞ്ഞാലേ നിന്നെയും എനിക്ക് കണമകളത്ത് നടിച്ചു പുറത്താക്കാൻ ഒരു മടിയില്ല. നിനക്ക് ഇവർക്കൊപ്പം തെരുവിലേക്ക് ഇറങ്ങാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവൻ എത്ര ദരിദ്രനായാലും ഇവൻ്റെ കൂടെ നിൽക്കാൻ ഇവൻ്റെ ഭാര്യ ഉണ്ടാകും. പക്ഷെ നിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നീ ദരിദ്രനായി കഴിഞ്ഞാലേ അവളെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. പിന്നീട് നീ തെരുവിലൂടെ ഭ്രാന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. ഈ സമയം ഗൗതം അങ്ങോട്ടേക്ക് വരുവാ. നീയൊക്കെ എന്താടാ വിചാരിച്ചത്? ഞാനും എൻ്റെ അച്ഛനും പേടിച്ച് മാറത്തിരിക്കുവാണെന്നോ? ഞങ്ങളിനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നോ? എൻ്റെ അച്ഛനെ ജയിലിലാക്കിയും എന്നെ കാണിമംഗലത്ത് നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്തവരല്ലേ നിങ്ങൾ? എന്നെ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതൊക്കെ കൊണ്ട് ഒത്തിരി സന്തോഷിച്ചതല്ലേ? എന്നാൽ ഇപ്പോൾ ഈ അവസ്ഥ നിങ്ങൾക്കാണ് വന്നിരിക്കുന്നത്. ഇനി അത് കണ്ട് ഞങ്ങൾ ആസ്വദിക്കാൻ പോകുവാം. എടാ, നിൻ്റെയൊക്കെ ഈ അവസ്ഥയ്ക്ക് കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. ഞങ്ങളാ എല്ലാം ചെയ്തത്. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ആദ്യം തന്നെ എൻ്റെ ആളായ ബെഞ്ചമിനെ നിൻ്റെ അടുക്കിലേക്ക് വിട്ടു. അതിലൂടെ ആയിരുന്നല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. കാണിമംഗലം ഗ്രൂപ്പ് അടപടലം തകർന്നു. പിന്നെയുള്ളത് കാണിമംഗലം തറവാടാണ്. എന്നെ ഇറക്കി വിട്ട ആ തറവാട് ഇടിച്ച് പൊളിക്കണമെന്നായിരുന്നു എൻ്റെ വിചാരം. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അവിടെയുള്ളവരെയൊക്കെ അടിമകളായിട്ട് എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അന്നേരം വരുണിന് ദേഷ്യം വരുവാണ്. വരുൺ ദേഷ്യത്തിൽ ചന്ദ്രശേഖരൻ്റെ അടുക്കിലേക്ക് അടുക്കുവാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഡാ നീയൊന്നും കൂടുതലങ്ങ് രോക്ഷം കൊള്ളണ്ട. അങ്ങനെ എങ്ങാനും ഞങ്ങളോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാലേ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് നിൻ്റെ വീട്ടുകാരായിരിക്കും. അവിടെ ഉണ്ടല്ലോ നിൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ. അവരുടെയൊക്കെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഞാൻ പലതും ചെയ്യും. ഈ സമയം ഗൗതം പറയണേണ്, നീയൊക്കെ കൂടി എന്നെ എൻ്റെ അച്ഛനെയും കണിമംഗലത്തു നിന്നും പുറത്താക്കി. അതിനുള്ള ശിക്ഷ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ തിരികെ തന്നു. നിങ്ങളും ഇപ്പം എല്ലാം നഷ്ടപ്പെട്ട് പുറത്തായില്ലേ? ഇനി നിങ്ങളൊക്കെ ചേർന്ന് എന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയല്ലോ. ആടിയും കൂടി എനിക്ക് തിരികെ തരണം. അതിനു കൂടി വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പറഞ്ഞ് ഗൗതം തിരിഞ്ഞു നോക്കുവാണ്. ഈ സമയം ഒരു വണ്ടി നിറയെ ഗുണ്ടകൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഗൗതം കൊണ്ടുവന്ന ആ ഗുണ്ടകളെ ഗൗതത്തിനെയൊക്കെ അടിച്ചൊതുക്കുവാണ് വരുണും സൂര്യയൊക്കെ ചേർന്നിട്ട്. അതിനുശേഷം അവർക്ക് മുമ്പിൽ വീണ്ടും തോറ്റ് നാണം കെട്ട് നിൽക്കുവാണ്ടോ ഗൗതം. അന്നേരം ഗൗതത്തിൻ്റെ കാരണത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൊട്ടിക്കുവാണ് രാധിക. ഈ സമയം അതുകൊണ്ട് പകച്ചു നിൽക്കുവാണ് ചന്ദ്രശേഖരനും. പിന്നീട് കാണിക്കുന്നത് ഭഗവാന് മുമ്പിൽ സങ്കടം പറയുന്ന ദേവനാരായണനെയാണ്. എനിക്ക് ഭഗവാനോട് പരാതിയുണ്ട്. എന്തിനാ എൻ്റെ മോളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവളൊരു പാവമല്ലേ? കുട്ടിക്കാലം മുതലേ അവിടുത്തെ ആരാധിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എൻ്റെ മോളെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ദേവൻ. പിന്നീട് കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയും കൂടി ചെന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന പത്മിനിയുടെയും മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്ന് ഓരോന്നൊക്കെ പറയുന്നതാണ്. എന്നിട്ട് ഉർവശി പറയണേ, ഏട്ടത്തി എന്താണെങ്കിലും വീടിൻ്റെ ആ ചാവി ഇങ്ങ് തന്നേക്ക്. ഇനി എന്താണെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ? അപ്പോൾ ചാവി ഞാനങ്ങ് സൂക്ഷിച്ചോളാം. ആ ചാവി തന്നിട്ട് ഏട്ടത്തി നേരെ അടുക്കളയിലേക്ക് കയറാൻ നോക്ക്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം പാകം ചെയ്യണ്ടേ? അന്നേരം മുത്തശ്ശി പറയണേ, ഈ അവസ്ഥയിൽ പത്മിനി അടുക്കളയിലൊന്നും കയറാൻ പോകുന്നില്ല. അത് കൊള്ളാം. പിന്നെ ഇവിടെ ആര് പാചകം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ? അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്